ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു നാടൻ വിഭവമായ ചക്ക കൊണ്ടുണ്ടാക്കിയ പച്ചത്തീയലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചക്ക പുളുങ്കറി എന്നും പറയാറുണ്ട്. ഇപ്പോൾ അതിനായി ഞാൻ ഒരു ഉണ്ടൻ ചക്കയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതാണ് ഉണ്ടൻ ചക്ക. സാധാ ചക്ക പോലെ തന്നെയാണ്, പക്ഷേ ഇത് അത്ര വലുതാവില്ല. അതുകൊണ്ടാണ് അതിനെ ഉണ്ടൻ ചക്ക എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് തീയലിന് നമ്മൾ വറുത്തരച്ച തീയലിനൊക്കെ അരിയാറില്ലേ, അതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് കഴുകി വേവിക്കാനിടണം. രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാനിടാം. എരിവിനായി ഒരു 5 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചൊന്ന് വെന്ത് വരുമ്പോൾ ഒരു മാങ്ങ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങൾ വെന്തതിന് ശേഷം മാത്രമേ മാങ്ങ ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ അത് വേവില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണ്. വളരെ സിമ്പിളായ റെസിപ്പിയാണ്. ഇപ്പോൾ എരിവ്, പുളിവ്, ഉപ്പ് എല്ലാം. ഇപ്പം പിന്നെ ഒരു അരപ്പ് റെഡിയാക്കണം. അതിന് കുറച്ച് തേങ്ങ, ചെറിയ ഉള്ളി, കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരയ്ക്കണം. അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ നേരെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എരിവിനായിട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പുളിപ്പിന് മാങ്ങ ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് കടുക് വറുത്ത് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പും പുളിയും എല്ലാം ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം. പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. സൂര്യപ്രകാശമാണ് ഈ പാത്രത്തിലോട്ട് അടിക്കുന്നത്. ഞാനിപ്പോൾ കാണിച്ചു തരാം. നല്ല തിള വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിനൊരു താളിപ്പ് വേണം. അതിനായി ഒരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ച്, വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. കടുക്, മുളക്, കറിവേപ്പില, ഇത്ര തന്നെയാണ് ചേർത്തത്. വളരെ എളുപ്പമാണ്. കുറച്ച് ജീരകം കൂടെ ഇട്ട് ഞാൻ താളിക്കുകയാണ്. ഇതുപോലത്തെ ചക്ക കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്ക എന്ന് പറഞ്ഞാൽ നല്ല വിളഞ്ഞ ചക്കയല്ല, ചക്കക്കുരു വരുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജ്, അത് വിളയുന്നതിന് മുന്നേ ഉള്ള ചക്ക. ഇപ്പോൾ ഒരു ഏപ്രിൽ മാസങ്ങളൊക്കെ ആകുമ്പോഴാണ് അതിൻ്റെ സീസൺ. ചെറിയ ചക്ക കിട്ടും. അതിൽ തീർച്ചയായിട്ടും ചെയ്യാം. ഈ ഉണ്ടൻ ചക്ക തന്നെ വേണോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ട്രൈ ചെയ്യൂ. ഇത് വലിയ നല്ല കുക്കിങ്ങിൽ എക്സ്പെർട്ടായ ആൾക്കാരോട് പറഞ്ഞതല്ല, കുക്കിംഗ് ആദ്യമായിട്ട് പഠിച്ചു വരുന്ന കുട്ടികളോട് പറയാണ്. ഇത് വളരെ സിമ്പിളാണ്. ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നമുക്കിതിനതിൽ ഒഴിച്ചു കൊടുക്കാം. ദാറ്റ്സ് ഓൾ. ഓക്കെ, വീണ്ടും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.